അതെ, ഈ മനുഷ്യത്വത്തിന്റെ കാര്യം പറയുമ്പോൾ ഒടുവിൽ ആശാൻ മലയാള സിനിമയിലെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് മാന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് അദ്ദേഹം വലിയൊരു തുക കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രീവിയസ് ആയിട്ടുള്ള പടങ്ങൾ ലോസ് ആവുമ്പോൾ, നിർമ്മാതാക്കൾക്ക് നഷ്ടം വരുമ്പോൾ, അടുത്ത പടത്തിൽ തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ കുറച്ച് കൊടുക്കാറുണ്ടായിരുന്നു. നസീർ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഒടുവിൽ ആശാൻ അങ്ങനെ ഒരു ഗ്രീഡി അല്ലായിരുന്നു. ഒരു കാലത്തും പൈസയുടെ പേരിൽ ഒരു പടം അദ്ദേഹം റെഫ്യൂസ്. അത് മാത്രമല്ല, ഒരു പ്രൊഡ്യൂസറുമായിട്ടും പണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ. വഴക്കുണ്ടാക്കിയിട്ടില്ല. അത് അത്ഭുതകരമാണ്. എനിക്ക് അനുഭവമുണ്ട്, എന്റെ ആദ്യത്തെ സിനിമയിലുണ്ട്. അപ്പം ഈ ആത്മബന്ധമുള്ളതുകൊണ്ട് ആദ്യ സിനിമ മുതൽ ഇങ്ങനെ വിളിക്കുന്നു. ആ സിനിമയിൽ ആകെ മേടിച്ചത് 10,000 രൂപയാണ്. എന്റെ ശ്രീകുട്ടിക്ക് അങ്ങനെ എന്റെ ശ്രീകുട്ടിക്കുന്നായിരുന്നു. അതിൽ ഡബ്ബിങ്ങിന് വന്നപ്പോൾ അറിയാൻ പുള്ളിക്ക് പൈസ ഇല്ലെന്ന്. ഡബ്ബിങ് കഴിഞ്ഞപ്പം ഓട്ടടോ, ഞാൻ പറഞ്ഞു അല്ല പൈസയുടെ കാര്യം എനിക്കറിയാം, ഉണ്ടാവില്ലെന്നറിയാം. നമുക്ക് പിന്നെ എന്തൊരു അതാ മനുഷ്യത്വത്തിന്റെ, അത് ശരി, സ്നേഹത്തിന്റെ ആൾ രൂപം എന്ന് പറയുന്നതായിരുന്നു. പിന്നെ ഈ ഗ്രാമീണ കഥാപാത്രങ്ങൾ, നാടൻ കഥാപാത്രങ്ങൾ എന്ന് പറയുമല്ലോ, എനിക്ക് ഒരു അനുഭവം ഉള്ളത്, എനിക്ക് ഏറ്റവും നല്ല വേഷങ്ങളിലൊന്ന്, ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നാണ് ഞാൻ കോടീശ്വരൻ. ജോസ് തോമസ് ആണ് സംവിധാനം ചെയ്തത്. അല്ല, ഞാൻ കോടീശ്വരനിലെ ആ നായക കഥാപാത്രത്തിന്റെ ബന്ധുക്കളായിട്ട് അമ്മയായിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചി, മുത്തശ്ശിയായിട്ട് ആറന്മുള പൊന്നമ്മ ചേച്ചി, അമ്മാവനാണ് ഒടുവിലാശൻ, ഇന്നസെന്റ് ഏട്ടൻ, അങ്ങനെ ഒരു വലിയ ഒരു എല്ലാം ഓരോ ഫ്രെയിമിലും ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച രാജൻ പി ചേട്ടനുണ്ട്. അപ്പോൾ അതിലെ ഒടുവിലാശൻ ആ ഒരു തനി നാടൻ കഥാപാത്രം എത്ര ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ നായകനായിട്ടുള്ള പണ്ടൊരു രാജകുമാരി എന്ന വിജി തമ്പി ചിത്രത്തില് മാനേജറാണ്. ഊട്ടിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിന്റെ മാനേജറാണ്. അതിൽ ടൈയൊക്കെ കെട്ടി പാൻറ്റും ഷർട്ട് ഇൻസെർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പക്ക മാനേജറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നാടൻ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇപ്പൊ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. അതേ അവസരത്തിൽ തന്നെ വളരെ ചീപ്പായിട്ടുള്ള പണക്കാരനായിട്ട് അഭിനയിക്കാനും അറിയാം, നല്ല പണക്കാരനായിട്ട് അഭിനയിക്കാനും അറിയാം. ഉദയവരൻ സുൽത്താനല്ലേ മ്യൂസിക് കോളേജിന്റെ പ്രിൻസിപ്പാള്. അതെ, 3-4 സീനേ ഉള്ളൂ. അതിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഈ മിമിക്രിക്കാർക്ക് അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ. ഞാൻ അതിന്റെ ഡബ്ബിംഗ് മദ്രാസിലാണ് നടക്കുന്നത്. അന്ന് പുള്ളിക്ക് വരാൻ പറ്റിയില്ല, അസുഖമാണ്. ഒരു ഡബ്ബിങ് 17 ദിവസം കൊണ്ടാണ് ആ ശബ്ദം ഏകദേശമെങ്കിലും അനുകരിക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തിയത്. അതൊരു പാലക്കാടുകാരൻ തന്നെ കിട്ടി. അങ്ങനെ ഇപ്പോഴും പടം കണ്ടാൽ അറിയാം അങ്ങേരല്ല ഡബ് ചെയ്തിരിക്കുന്നത്. ഈ മേലെപ്പറമ്പിലാൻ വീട്ടിൽ ഈ ഇരുമ്പ് പൈപ്പിന്റെ കീഴിൽ നിന്നുള്ള കുളിയുണ്ടല്ലോ, തോർത്തുമുണ്ടെടുത്ത് നിന്നിട്ട് നമ്മള് കുളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നിത്യേന ചെയ്യുന്നതാണേലും ഇത് ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികമായിട്ട് അങ്ങ് സിൻസിയറായിട്ട് ഒരു കുളിയാ. ഒരു കുളി, അത് സന്ദേശത്തിൽ അതുപോലെ തന്നെ നടന്നു വന്നിട്ട് കുളത്തിൽ ചാടിയിട്ട് ഒരു സീൻ തീരുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ വൈഡ് ഷോട്ടിൽ നടന്ന് എന്റെ ഒരു കുളത്തിലേക്ക് ചാടിയിട്ടാണ് ആ സീൻ തീരുന്നത്. കുളത്തിച്ചാട്ടം പിൻഗാമിയിലുണ്ട്. കുളത്തിച്ചാടുക, പൈപ്പും ചോട്ടി കുളിക്കുക എന്നൊക്കെ പറയും. ഇപ്പൊ നാടൻ കാര്യങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം വിടുമല്ലോ. ഇതിനൊപ്പം ഗോളാന്തര വാർത്ത പോലെയുള്ള പടത്തിലെ വാറ്റുകാരൻ, സൈക്കിളിന്റെ ട്യൂബിൽ ചാരായം നിറച്ചിട്ട് അവിടെ ഇവിടെ കൊണ്ട് വിൽക്കുന്ന ആ ഗ്രാമത്തെ നശിപ്പിക്കുന്ന വലിയൊരു വാറ്റുകാരനാണ് ഈ ഒടുവിലിന്റെ കഥാപാത്രം. അതെ, ഇതേപോലെ ഓരോ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബേസിക് രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ വരുമ്പോൾ ഒരു നിസ്സംഗതയുടെ ഭാവമാണ്, നിർവികാരതയുടെ ഭാവമാണ്. പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഇല്ല, പകുതി കണ്ടടഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം നിർവികാരതയുടെ അല്ലെങ്കിൽ നിസ്സംഗതയുടെ ഒരു മുഖത്തിൽ ആണ് വേറെ ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻസ് മിന്നി പറയുന്നത്. അല്ലാത്തപ്പോൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, വേറെ ഒന്നുമില്ല. എപ്പോ ഒന്നും പകുതി കണ്ണടച്ചായിരിക്കും, ഷോപ്പ് ഒന്നും, ഇതൊക്കെ ആയിരിക്കും. വലിയൊരു റിയാക്ഷനോ കാര്യങ്ങളോ ഒരു സന്തോഷമുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള. പക്ഷെ ക്യാരക്ടർ ആവുമ്പോൾ അതിലേക്ക് സന്നിവേശിച്ച് നടത്തുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രക്രിയയാണ്.